ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. കമോൺ. വെക്കേഷനായിട്ട് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡും കഴിച്ച് ഞാൻ നേരെ പുറത്തോട്ടിറങ്ങി. ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതായിരുന്നു. ഉമ്മ ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ചെടി വെച്ച് പിടിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്നും വെള്ളം ഒഴിക്കുന്ന ടാസ്ക്കാണ്. ഇന്ന് വിഷു ആയതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അതിൽ നിന്ന് ഓരോന്നിടത്ത് നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പോയി കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ട് കൊറിയർ നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ അമ്മയുടെ വീട്ടിലേക്കുള്ളതായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത സിലിക്കൻ്റെ ഈ ഒരു മാറ്റായിരുന്നു കേട്ടോ. ഈ പ്രൊഡക്റ്റ് നമ്മൾ മീഷോയിൽ നിന്നായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 100 രൂപയുടെ താഴെ ഉള്ളൂ കേട്ടോ ഇതിന് വില. പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മൾ ചായയും കുടിച്ചത് ഈ ഒരു സ്നാക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നായിരുന്നു കേട്ടോ. അവർ കണ്ണൂരിൽ നിന്ന് അവരെ കസിൻസൊക്കെ വന്നപ്പോൾ കൊണ്ടുതന്ന അവരെ കണ്ണൂർ സ്പെഷ്യൽ എന്തൊരു സ്നാക്സ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള കൊറിയറൊക്കെ ആയിട്ട് നമ്മൾ നേരെ അമ്മയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ മാങ്ങയെല്ലാം കഴിച്ച് ഈ പിറകിന് എത്തി നോക്കുന്ന ആളാണ് കുക്കു. ഇനി നമുക്കിത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ വണ്ടി ജസ്റ്റ് റിവേഴ്സ് ഇടണം. അതിനാണ് എല്ലാണവും കൂടെ ഈ വണ്ടിയിൽ കയറിയിരിക്കുന്നത്. നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് വണ്ടി അങ്ങോട്ട് ഇടുന്നത്. നമ്മൾ ട്യൂഷൻ ചേച്ചിയുടെ കല്യാണം കണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരു ഡാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രാക്ടീസാണ്. ഇവിടെ പിന്നെ ഒരാൾ ആര് വന്നാലും എടുത്തുകൊണ്ട് നിൽക്കണം. പിന്നെ എല്ലാവരും കണ്ണൂർ നാളെ തിരിച്ചു പോകുന്നതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒന്ന് പുറത്ത് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നടക്കാമെന്നും പറഞ്ഞിറങ്ങി. ഇവരെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പിന്നെ കാണുന്ന ചെടിയിലെ പൂവും കായും എല്ലാം ഒടിക്കലാണ്. ഇന്നത്തെ ഇവരെ പരിപാടി എന്ന് പറയുന്നത് കണ്ട് ഈ ചെടിയിൽ നിന്നുള്ള കായ ഒടിച്ചിട്ട് ഇതിനകത്ത് അപ്പൂപ്പൻ താടി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിരുന്നു. അപ്പൂപ്പൻ താടിയുടെ പച്ച അങ്ങനെ നമ്മൾ കുറച്ച് നേരം നടന്ന് സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീടെത്തി. പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ രാത്രിത്തെ ഫുഡും കഴിച്ച് ഉമ്മ ഒരു ഷെയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കുടിച്ച് പിന്നെ കുറച്ച് നേരം ടി വിയും കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.